കേരളത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ബെക്കാഡിക്ക് അനുകൂലമായി വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ചിരുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പലതവണ സംസാരിച്ചതാണ്. സാധാരണ സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് കേരളത്തിലുണ്ടായിരുന്ന ഒരൊറ്റ ടാക്സാണ് 251%. ബിയറിനും അതുപോലെ വൈനും വേറെ ടാക്സുകൾ കൂടിയുണ്ട്. അപ്പോൾ ആ ടാക്സ് കൊടുത്ത് വിൽക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തുമായിരുന്നു. പക്ഷേ അത് 3 കൊല്ലവും 4 മാസവുമായിട്ട് പല അപേക്ഷകളും തന്നെ ഇവർ നടത്തിക്കൊണ്ടിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അടുത്ത്. പക്ഷെ അവരൊന്നും TP രാമകൃഷ്ണനോ അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള മന്ത്രിമാരോ ഒന്നും തന്നെ അതിന് തയ്യാറായില്ല എന്നുള്ളത് വാസ്തവമാണ്. യഥാർത്ഥത്തിൽ അവർ അപേക്ഷ കൊടുത്തിട്ടുള്ളത് പണ്ട് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കരുണാമയനായിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഫയലിനോട് വലിയ പ്രണയമായിരുന്നു. അദ്ദേഹം അധികാരമേറ്റെടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഇത് വിളിച്ചു വരുത്തി എന്നുള്ളത് മാത്രമല്ല, അതിന്മേൽ റോക്കറ്റ് വേഗത്തിൽ വലിയ നടപടികൾ എടുത്തു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കാരണം ഈ വിഷയങ്ങളൊക്കെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. ആ മാധ്യമങ്ങൾ പെരുമാറി ഏറ്റവും ആദ്യമായി ഈ പ്രശ്നം ചർച്ചയിലേക്ക് വന്ന ദിവസം തന്നെ ഏതാണ്ട് 5 ദിവസം മുമ്പാണ്. 5 ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ബിനു ബി ജോണാണ്. ബിനു ബി ജോൺ ചർച്ച ചെയ്തത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെ കുറിച്ചും അതിൽ വെള്ളാപ്പള്ളി അകത്തു പോകുമോ എന്നുള്ളതിനെക്കുറിച്ചുമാണ് അവർ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ചർച്ചകളിലൊന്നും നമ്മൾ അത്ഭുതം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ ചില മുത്തശ്ശി പത്രങ്ങളൊക്കെ തന്നെ വെട്ടുക്കിളികൾ കൃഷി നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു, എഡിറ്റോറിയൽ എഴുതിയിരുന്നു. അങ്ങനെ എഡിറ്റോറിയൽ എഴുതാൻ കാരണമെന്ന് പറയുന്നത് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അറിഞ്ഞിട്ടുണ്ടായില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇനി അറിഞ്ഞു എന്ന് ഭാവിച്ചാൽ തന്നെ അധികാരികൾക്ക് വലിയ കോപമുണ്ടാകും എന്നുള്ള അത് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എല്ലാ പത്രങ്ങളുടെ കാര്യത്തിലല്ല, ചില പത്രങ്ങളുടെ കാര്യത്തിലാണ് ഞാനിത് പറഞ്ഞത്. അതേസമയം ചില പത്രങ്ങൾ എഡിറ്റോറിയൽ പേജ് ഒഴിച്ചിട്ടുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാര്യവുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തനങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റിനെ ആദ്യത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. ഏഷ്യാനെറ്റിന് ഇങ്ങനെ മാത്രമേ നിലപാടെടുക്കാൻ കഴിയൂ. കാരണം ഇതേ ബിനു ബി ജോണാണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാനൊക്കെ തയ്യാറാവുകയും ഏതാണ്ട് വളരെ PR ലെവലിലുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് അവർക്കതേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം മനോരമയുടെ കേസിൽ അവർ ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയും അതിൽ SIT അന്വേഷണവും ഒക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായില്ല. കൂടാതെ അതിൻ്റെ അവതാരകനൊക്കെ തന്നെ വളരെ ഘനഗാംഭീര്യമായിട്ടും വളരെ ആവേശത്തിലുമൊക്കെ തന്നെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമായിരുന്നു എന്നുള്ളത് കൂടി ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയിൽ ചോദിച്ചത്, ഞാൻ യഥാർത്ഥത്തിൽ മാതൃഭൂമി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മീഡിയ വണ്ണാണോ എന്ന് വിചാരിച്ചു പോയി. കാരണം മീഡിയ വണ്ണിൻ്റെ എക്കാലത്തെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ടാണ്. അവർ നോക്കുമ്പോൾ ആകെ കേരളത്തിലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് പട്ടിണിയോ പരിവട്ടമോ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ കാഫിറിൻ്റെ കാരണഭൂതൻ ആര് എന്നുള്ളതാണ് മാതൃഭൂമി അന്ന് ചർച്ച ചെയ്തത്. മാതൃഭൂമി മൗദൂദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ മീഡിയ വണ്ണിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് ഈ ചില ചാനലുകൾ മാത്രമേ ഇത് ചർച്ച ചെയ്തിരുന്നുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ചാനൽ 24 ന്യൂസിലെ ഗോപികൃഷ്ണൻ ചർച്ച ചെയ്തിരുന്നു. കൂടാതെ മാധു സജീവ് ചർച്ച ചെയ്തിരുന്നു. മാധു സജിയുടെ ചാനലിൽ MP രാജേഷ് കൂടി അതിഥിയായി വന്നിരുന്നു എന്നുള്ളത് ആ ചാനലിലെ ചർച്ചകൾക്ക് കുറച്ചുകൂടി മാറ്റുകൂട്ടിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഒളിച്ചു നിന്നും നാണിച്ചും പല്ല് കടിച്ചും കാൽവിരൽ കൊണ്ട് താഴെ ചിത്രങ്ങൾ എഴുതിയുമൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ തയ്യാറായിട്ടുള്ളത്. പിന്നെ മീഡിയ വണ്ണാണ്. മീഡിയ വൺ പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ മീഡിയ വൺ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ വാർത്തകൾ കൊടുത്തിരുന്നു. വാർത്തകളിലും പിന്നെ അവരുടെ അഭിപ്രായങ്ങളിലും ഒക്കെ അവർ ചില ടെസ്റ്റുകളൊക്കെ വരുത്തിയിരുന്നു. ഇത് ഏതാണ്ട് ഇതേ നിലവാരം, അതായത് വാർത്തകളിപ്പോൾ തമസ്കരിക്കാൻ എഴുതിക്കൊണ്ട് പലരും എടുത്ത് പിന്നീടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ചർച്ച ചെയ്തെങ്കിൽ പോലും അവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തും ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിരുന്നതല്ലേ എന്ന് പറയുന്ന ഒരു അഴകുഴമ്പൻ സമീപനമാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഇന്ന് മീഡിയ വണ്ണൊക്കെ ഇപ്പം എത്തി നിൽക്കുന്നൊരു പൊസിഷൻ എന്ന് പറയുന്നത് സഭകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമൊക്കെ പിൻവാങ്ങുന്നു. VD സതീശൻ കുറേ കൂടി കരുത്തനാകുന്നു. അദ്ദേഹം ഇത് ഉറപ്പായിട്ടും തന്നെ
നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ 48 മണിക്കൂറുകൾ കൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർക്കൊക്കെ തന്നെ ചില മറിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മറിച്ചിലുകൾ ഉണ്ടായതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, മിക്കവാറും ബെക്കാഡി കമ്പനിക്കാർ ഓരോ കേസ് വീതം ഇവരുടെയൊക്കെ വീട്ടിലെത്തിച്ചു കൊടുക്കുകയും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും നല്ലതാണെന്ന് മനസ്സിലാകും എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പെടാത്ത രണ്ട് മാധ്യമങ്ങളെന്ന് പറയുന്നത് ഒന്ന് 24 ന്യൂസും അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലും മാത്രമാണ്. പക്ഷേ റിപ്പോർട്ടർ ചാനലിലുമുള്ള ഒരു അപഭ്രംശം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറാകാത്ത രണ്ടുപേരെന്ന് പറയുന്നത് ഒന്ന് സ്മൃതി പരുത്തിക്കാടാണ്. സ്മൃതി പരുത്തിക്കാട് കഴിഞ്ഞ ദിവസം ബീറ്റ് ദ എഡിറ്റേഴ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതെന്തോ അരുൺ ഇങ്ങനെ കാണിച്ചു എന്നുള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ എന്തോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കുന്ന ഒരു രംഗമൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ അത് പോട്ടെ എന്ന് നോക്കുക. മാധുവിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് LDFിൻ്റെ നിലപാടും അത്ര ശക്തമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധു ഈ നിലപാടിനെ കൂടി വളരെ നിഷ്പക്ഷമായിട്ട് എന്ത് ചെയ്യുന്നത് ഒന്ന് ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണും. അപ്പോൾ ഇങ്ങനെ ചാനലുകളൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള ഇത്തെ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാശുള്ളവരും സാമ്പത്തികമുള്ളവരൊക്കെ ഇവർക്കും പലപ്പോഴും വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം സതീശൻ മുഖ്യമന്ത്രിയായത് വെറുതെ അല്ല. സതീശൻ മുഖ്യമന്ത്രിയായതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു റെയർ ബ്ലൻഡാണ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ളവരുണ്ട്, കൂടാതെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒപ്പമേ ഇവർക്ക് നിൽക്കാൻ കഴിയൂ എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പക്ഷേ ഇതിനെയൊക്കെ കടത്തിവെട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങളുമായി വന്നിട്ടുള്ളത് മനോരമയാണ്. മനോരമ വന്നിട്ടുള്ളത് ജയചന്ദ്രൻ ഇലങ്കത്തിൻ്റെ റിപ്പോർട്ടുകളുമായിട്ടാണ്. ഈ ജയചന്ദ്രൻ ഇലങ്കത്തിനെ കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ ഇവിടെ സംസാരിക്കുന്നില്ല. നിരവധി റിപ്പോർട്ടുകൾ അദ്ദേഹം പണ്ടേ മുതൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം തന്നെ CPM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അതിലൊന്നും കുഴപ്പമില്ല, റിപ്പോർട്ടുകൾ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഒരു 10 ദിവസം കഴിഞ്ഞു 20 ദിവസം കഴിഞ്ഞു ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് എന്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കൊല്ലം കഴിഞ്ഞൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജയചന്ദ്രൻ ഇലങ്കത്തിന് തന്നെ ചെറിയ ലജ്ജ തോന്നാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണുള്ളത്. പലപ്പോഴും നമ്മൾ ചില മാധ്യമങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ കൂടുതൽ പേര് വായിച്ചില്ല എന്നൊക്കെ ഇരിക്കും. പക്ഷേ ആ റിപ്പോർട്ട് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്നത് ചിലപ്പോൾ നമ്മൾ മുൻകൂട്ടി കണ്ട അപകടം 6 മാസം കഴിയുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയുമ്പോഴൊക്കെയാണ് അത് വാസ്തവമാകുന്ന നമുക്ക് വലിയ സന്തോഷം തോന്നുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അനുഭവം ഒന്നും ഉണ്ടാകാൻ ഭാഗ്യമില്ലാതെ പോയ ഒരാളാണ് ജയചന്ദ്രൻ ഇലങ്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മോണോസൈറ്റ്, അതായത് ഏതാണ്ട് കരിമണൽ ഖനനം നടത്താൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും അവസാനത്തെ നാളുകളിൽ ശ്രമിച്ചിരുന്നു എന്നുള്ള നിലക്ക് ഒരു പുകപടലം സൃഷ്ടിക്കുന്ന, നമ്മളിപ്പോൾ കുതിരയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പൂഴിക്കടകരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പുകപടലം സൃഷ്ടിക്കില്ലേ, അതുപോലൊരു പുകപടലം സൃഷ്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കൃത്യമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന മോണോസൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി KMML-യുമായി ഹൈദരാബാദിലൊരു കമ്പനി കരാറുണ്ടാക്കി എന്നുള്ളതാണ്. KMML ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, ശരിയാണ്. പക്ഷേ അവരുമായിട്ട് ടെയിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ചില പരാതികളൊക്കെ ഉയർന്നിട്ടുള്ള കമ്പനികൾ കരാറുണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ആ റിപ്പോർട്ടിൽ ഏറ്റവും രസകരമായ കാര്യം, മറ്റാരും പറയാത്തൊരു കാര്യം, അങ്ങനെ കരാറുണ്ടാക്കിയിരുന്നെങ്കിൽ തന്നെ ആ കരാർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഒരു KMML എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനത്തിന് കരാറുണ്ടാക്കാം, അത് പറയുന്നതിൽ തെറ്റില്ല. ഇനി അതിൽ എന്തെങ്കിലും അഴിമതികളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇടതുപക്ഷത്തെ ആരെങ്കിലും പണം മേടിച്ചിട്ടുണ്ടെന്ന് ഒക്കെ പറയണ്ടെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ അതൊന്നുമല്ല പറയുന്നത്. ഈ ജയചന്ദ്രൻ ഇലങ്കത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇവിടെ ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തു എന്ന് പൊതുവെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ സമർത്ഥമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു പുകമറ സൃഷ്ടിക്കുന്ന റിപ്പോർട്ടാണ് അദ്ദേഹം ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്ര വലിയ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പരിഗണനകളൊന്നും കൊടുക്കാതെ നിങ്ങൾ ഇതിനേക്കാൾ മോശമായിരുന്നു ഇടതുപക്ഷം എന്ന് വളരെ കൃത്യമായി ഇദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. ഈ മോണോസൈറ്റിൻ്റെ കാര്യവും അതിൻ്റെ ഖനനം നടത്തി KMML എടുക്കുന്ന മണലിൽ നിന്നത് വേർതിരിച്ചെടുക്കുന്നതിനുള്ളൊരു പദ്ധതിയുമായി ഒരു ഹൈദരാബാദ് കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാറിൻ്റെ പുറകിൽ ആർക്കെന്ത് നേട്ടമുണ്ടായി, എത്രയാണ് അതിൻ്റെ ഡീൽ എന്നുള്ള വിശദാംശങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളത് കൂടി വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മനോരമയും അതുപോലെ ഏഷ്യാനെറ്റും മീഡിയ വൺ ചാനലുമൊക്കെ കൂടി വീണ്ടും സതീശൻ എന്ന് പറയുന്ന അവരുടെ സൃഷ്ടിയെ തന്നെ നിലനിർത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അതിനുവേണ്ടി ഏതാണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും UDF ഒക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ മാറിയതിൻ്റെ പിന്നിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെയൊക്കെ അവരെ പിടിക്കണം, എങ്ങനെയൊക്കെ അവരുടെ സപ്പോർട്ട് നേടണം എന്നുള്ളതൊക്കെ തന്നെ ഇത്തരം കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടരുക. എന്താണെങ്കിലും മാധ്യമങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. വളരെ അപൂർവം ചില മാധ്യമങ്ങൾ, ഈ റിപ്പോർട്ടർ പോലെയുള്ള 24 ന്യൂസ് പോലെയുള്ള ചാനലുകൾ മാത്രമേ അതിന് പിടികൊടുക്കാത്തതുള്ളൂ. ഇനി അവരും കൂടി പിടിയിലാകുന്ന, പരിധിയിലാകുന്ന ഒരു കാലം വരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ
ഇവരൊക്കെ പിടിയിലായാലും ഇന്ന് കേരളം മുഴുവൻ വിശ്വസിക്കുന്നത് കുറച്ച് ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ്. ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സത്യം പറയാനുള്ള സാധ്യതകൾ അവർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകണ്ട. പക്ഷെ നിങ്ങളുടെ ശ്രമം തുടരുക എന്നുള്ളത് മാത്രമേ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളൂ. ടോപ്പിക്ക് കഴിഞ്ഞു. ഇത് താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നമ്മളിപ്പോൾ ഈ ചാനലിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊതുബോധ നിർമ്മിതികൾക്ക് വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആ പൊതുബോധത്തിൻ്റെ നിർമ്മിതികൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലുകൾ നിലവിൽ കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പലപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അത് ചെയ്യാൻ കഴിയുന്നവർക്ക് നമ്മളിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള നിരവധി ലെവലുകളുണ്ട്. ആ ലെവലുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പണമടച്ചുകൊണ്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ അല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ നേരിട്ട് കഴിയുന്നവർക്ക് വേണ്ടി ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് നമ്പറോ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പുതിയൊരു ചാനൽ കൂടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ വളരെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളും അതുപോലെ ഇൻ്റർവ്യൂകളും മാത്രമാണ് ഉണ്ടാവുക. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ് ഫുള്ളായിട്ടുള്ള അഡ്രസ്. പക്ഷേ നിങ്ങൾ BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് അടിച്ചു കൊടുത്താൽ അത് കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് ഇറക്കിയിരുന്നു. അത് തന്നെ കേരളത്തിൽ മറ്റാരും പറയാത്ത നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. 1 മണിക്കൂർ 44 മിനിറ്റുമുള്ള 5 കൊല്ലങ്ങൾ കൊണ്ട് കരുതൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാവൽ മുഖ്യമന്ത്രിയായി വലിയ ജനപിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ ഒരു ധാരണ ആളുകൾക്ക് മാറ്റിയത് എങ്ങനെയാണെന്നും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ എങ്ങനെയാണ് എന്നുള്ളതും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഇപ്പോൾ 24 മണിക്കൂറിൽ വീണ്ടും നമ്മൾ പുറത്തിറക്കും. ആ സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു 35 ദിവസങ്ങൾ കൊണ്ട് തന്നെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരം ജനപ്രിയമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്, പലപ്പോഴും മദ്യമുതലാളിമാരടക്കമുള്ള വലിയ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് ആരാണ് എന്ന് നിങ്ങൾ അറിയേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ മുഖ്യമന്ത്രിയാക്കിയത് ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ആ പുതിയ പോഡ്കാസ്റ്റിൽ വരാനിരിക്കുന്നത്. പക്ഷേ ആ പോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയണം എന്നുണ്ടെങ്കിൽ, ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മറക്കരുത്. ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.